നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ മത്സരിപ്പിക്കാൻ KPCC നീക്കം. KSU ഭാരവാഹിത്വം വഹിക്കുന്നവരെയും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. 50% സീറ്റുകളിൽ യുവാക്കളും വനിതകളും മത്സരിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നീക്കം. വടക്കൻ കേരളത്തിലായിരിക്കും കൂടുതൽ യുവനേതാക്കളെ മത്സരത്തിനായി ഇറക്കുക. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ പേരുകൾ 2 സ്ഥലങ്ങളിലാണ് പരിഗണിക്കുന്നത്. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലും പീരുമേട്ടിലും. ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ MLAയും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രതാപവർമ്മന്റെ മകൾ ചൈത്ര തമ്പാന്റെ പേരും പരിഗണനാ പട്ടികയിലുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ചൈത്ര തമ്പാൻ. ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയുടെ പേരിനാണ് മുൻഗണന. KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന KM അഭിജിത്തിന്റെ പേര് നാദാപുരം മണ്ഡലത്തിലും പരിഗണിക്കുന്നുണ്ട്. കായംകുളത്ത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച അരിത ബാബുവായിരിക്കും സ്ഥാനാർത്ഥി. കണ്ണൂരിൽ CPIMന്റെ മുതിർന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ യുവാക്കളെ പരീക്ഷിക്കുന്ന കാര്യവും കോൺഗ്രസിന്റെ പരിഗണനയിലാണ്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. യൂത്ത് കോൺഗ്രസും KSUവും നൽകിയ പട്ടികയിൽ നിന്നുമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. പ്രതിപക്ഷ നേതാവിന്റെ പുതിയ യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് KPCC ഭാരവാഹികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.